ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി അറസ്റ്റിൽ. കൊള്ളയിൽ കമ്പനിയുടെ പങ്ക് തെളിഞ്ഞെന്ന് SIT. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ആണ് ചേരുന്നത്. അഞ്ജു, എന്തായാലും നിർണായകമായിട്ടുള്ള അറസ്റ്റാണ്. ഇതിൽ കമ്പനിയുടെ പങ്ക് തെളിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തെല്ലാം തെളിവുകളാണ് SITക്ക് ലഭ്യമായിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ? സ്വാതി, അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അറസ്റ്റിലായത് 2 പേരാണ്. ഒന്ന് സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി, രണ്ടാമത്തത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ. ഇങ്ങനെ 2 പേരെയാണ് SIT സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനേക്കായി ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ചോദ്യം ചെയ്യലിനൊടുവിലാണ് മറ്റു വിവരങ്ങൾ എന്തായാലും പുറത്തുവിടുക. എന്തായാലും കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെ പത്മകുമാറിൽ നിന്ന് അന്വേഷണം എങ്ങോട്ടേക്ക് പോകും എന്ന വ്യാകുലത നിലനിൽക്കുകയായിരുന്നു. അതിൽ പിന്നെ തന്ത്രിയുടെ മൊഴിയെടുക്കുന്നു, മറ്റാളുകളുടെ മൊഴിയെടുപ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ശ്രീകുമാർ ആയിരുന്നു അറസ്റ്റിലായത്. ഇപ്പോൾ ഇതാ 2 പേരുടെ നിർണായക അറസ്റ്റ് കൂടി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോടതിയിൽ SITന്റെ അന്വേഷണത്തെ കുറിച്ചൊക്കെ വലിയ തരത്തിൽ ഒരു കോടതിയിൽ നിന്നടക്കം ഒരു പരാമർശം വരികയും അതിൽ മറ്റൊരു അന്വേഷണ ഏജൻസി കൂടി വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീക്കാൻ വേണ്ടി SIT തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള 2 അറസ്റ്റുകൾ കൂടിയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. അഞ്ജു, നിർണായകമായിട്ടുള്ള 2 അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്ന സമയത്താണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ ഒരു അന്വേഷണം പോകുന്നതും അതിലിപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിയുടെ അടക്കം മൊഴിയെടുത്തിരുന്നു. അന്ന് ഒക്കെ പലപ്പോഴും ഇതിനു മുമ്പ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുമ്പോഴാണെങ്കിലും പങ്കജ് ഭണ്ഡാരി പറഞ്ഞത് തൻ്റെ അടുത്തെത്തിയത് പുതിയ ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വർണ്ണപ്പാളികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ അതിലൊക്കെ ദുരൂഹത ഉണ്ട് എന്നുള്ളതാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അത്തരം മൊഴികളിലൊക്കെ വൈരുദ്ധ്യം ഉണ്ടായതുകൊണ്ടാണോ ഇപ്പോൾ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ കടന്നിരിക്കുന്നത്? സ്വാതി, നേരത്തെ തന്നെ പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട ചില പങ്കിനെ കുറിച്ചൊക്കെ ആയിരുന്നു ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. അത് കൃത്യമായിട്ട് SIT അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സ്മാർട്ട് ക്രിയേഷനിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് പങ്ക്, ഈ സ്വർണം നഷ്ടമാകുന്നത് ഇടയാക്കിയത് ഈ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് തിരിച്ചെത്തിക്കുമ്പോഴായിരുന്നു എന്നതായിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ടായത്. അപ്പോൾ എവിടെ വെച്ച് സ്വർണം നഷ്ടമാകുന്നു, ആ സ്വർണം ഇപ്പോൾ എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് SIT അന്വേഷിക്കുന്നത്. അതിന് നിർണായകമാകാൻ പോകുന്നത് ഇനിയിപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെയും ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെയും മൊഴികളായിരിക്കും. ആ മൊഴികൾ ആരിലേക്കാണ് വെളിച്ചം വീഴ്ത്തുന്നത്? നേരത്തെ ചെന്നിത്തല അന്വേഷണ സംഘത്തിന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര കരിഞ്ചന്തയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ വ്യവസായിയുടെ ഒക്കെ മൊഴിയും എടുത്തിട്ടുണ്ട്. ഇനി അത്തരത്തിലേക്കൊരു കൊള്ളയിലേക്കാണോ ഈ അന്വേഷണം പോകുന്നത്? അതിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് സംഘം, വലിയൊരു തട്ടിപ്പ് സംഘം ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും ഒക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. കാരണം ഒന്ന് അറസ്റ്റിലായിരിക്കുന്നത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനാണ്, മറ്റൊരാൾ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയുമാണ്. നേരത്തെ ഇവരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം വിട്ടയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വിവരങ്ങൾ മാത്രം ശേഖരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ചില മൊഴികൾ കൂടി പരിശോധിച്ച സമയത്ത്, മൊഴികൾ എടുത്ത സമയത്ത് അതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായിരിക്കുകയാണ്. ആ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ 2 പേരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മഞ്ജു, ഇപ്പോൾ 2 പേരാണ് അറസ്റ്റിലായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ഗോവർദ്ധൻ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ കൂടി അറസ്റ്റിലായി എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് SITക്കെതിരെ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കണം അന്വേഷണം, കൂടുതൽ വലിയ തോക്കുകളൊക്കെ ഇതിനകത്തുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ചോദ്യമായി ഉയർന്നത് അഞ്ജു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്കുള്ള ബന്ധം അല്ലെങ്കിൽ ഇടപാടുകൾ ഒക്കെ ഏത് രീതിയിലായിരുന്നു, അതൊക്കെ തെളിവുകളായിട്ട് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്വാതി, നേരത്തെ ഇത്തരത്തിൽ, അതായത് ഈ മൊഴിയെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയെ SIT സംഘം വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു വിട്ടയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ 420 ഗ്രാമിലധികം വരുന്ന സ്വർണം ഈ ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന ഈ ജ്വല്ലറി ഉടമയ്ക്ക് വിറ്റതായിട്ടായിരുന്നു സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് വന്നു. മാത്രമല്ല, ഗോവർദ്ധനിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വർണം ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ആ സ്വർണം ഇനി ഗോവർദ്ധന്റെ
അരികിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഇനിയിപ്പോൾ വെളിച്ചം വരാൻ പോകുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടോ എന്നത് ഈ ചോദ്യം ചെയ്യലിന്റെ മൊഴിയെടുപ്പിന് പിന്നാലെ പുറത്തു വരികയായിരിക്കും. എന്തായാലും നിലവിൽ കിട്ടിയിട്ടുള്ള പ്രാഥമിക വിവരം അനുസരിച്ച് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരെയും ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ കൽപേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയുണ്ട്. അപ്പോൾ കൽപേഷിൽ ഇവരും 3 പേരിൽ, അതായത് പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, കൽപേഷ്, ഇവരിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ സംശയം ഉണ്ടായിരുന്നത്. ഈ സ്വർണം പുറത്തേക്ക് കടത്തിയതിൽ ഇവർക്കുള്ള പങ്ക് അത് എത്രത്തോളം വലുതാണെന്നായിരുന്നു അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അറസ്റ്റ് പത്മകുമാറിൽ നിന്ന് മറ്റെങ്ങോട്ടേക്കും നീങ്ങാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് കോടതി ഉൾപ്പെടെ പറഞ്ഞത് മറ്റൊരു അന്വേഷണ ഏജൻസി കൂടി സമാന്തരമായി അന്വേഷിക്കുന്നതിൽ തടസ്സമില്ലെന്ന്. പക്ഷെ അത് SIT എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മറ്റൊരു അന്വേഷണ ഏജൻസി വരുന്നു എന്ന ഘട്ടത്തിൽ തന്നെ ഇത് അടുത്ത മൂവ്മെന്റ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഉടൻ തന്നെ സങ്കട സംശയ നിലയിൽ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ അറസ്റ്റ് അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഏതടിസ്ഥാനത്തിൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ മാത്രമാണോ, മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഇവരുടെയൊക്കെ പക്കലിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, വിവരങ്ങൾ രേഖകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ വൈകാതെ തന്നെ പുറത്തേക്ക് വരും. എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ അന്വേഷണം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ദേവസ്വം വിജിലൻസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും പങ്കജ് ഭണ്ഡാരി സംശയത്തിന്റെ നിഴലിൽ ഇല്ലാതെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ SIT സംഘം സംശയത്തിന്റെ നിഴലിൽ മാത്രമല്ല, കൃത്യമായിട്ട് മൊഴിയിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പങ്കജ് ഭണ്ഡാരിയെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും മണിക്കൂർ ശേഷമുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇരുവരെയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ ഉണ്ടാകും. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. അഞ്ജു, എന്തായാലും നിർണായകമായിട്ടുള്ള 2 അറസ്റ്റാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്മാർട്ട് ക്രിയേഷൻസിലേക്കൊക്കെ ഈ ഒരു അന്വേഷണം വ്യാപിച്ചിരുന്നു. അതിലിപ്പോൾ CEO പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ അഞ്ജു സൂചിപ്പിച്ചതുപോലെ ഇനി അടുത്തത് കൽപേഷ് എന്നുള്ള ഒരു പേരാണ് ഇവിടെ മറ്റൊരു പേരായിട്ട് ഉയർന്നു കേട്ടത്. അപ്പോൾ ഇനി SIT സംഘം എത്തുക കൽപേഷിലേക്കായിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ, പല ആളുകളും പറയുന്നുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘവുമായി വരെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ഒരു കേസ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ അറസ്റ്റ് ഇനി തുടർന്നുള്ള നിയമ നടപടികൾ, അന്വേഷണമൊക്കെ ഏത് രീതിയിലാക്കും മുന്നോട്ട് പോകുക? സ്വാതി, ഈ കൽപേഷിന്റെ കാര്യം പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ഗോവർദ്ധന് സ്വർണം എത്തിച്ചു കൊടുത്തത് കൽപേഷാണ്. അപ്പോൾ ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വർണത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വിവരം ഈ നേരത്തെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണവുമൊക്കെയായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കൃത്യമായിട്ടുള്ള ഇത്തരം വിവരങ്ങൾ അറിയുന്ന മറ്റു ചിലർ എന്ന് പറയുന്നത്, പുറത്തുനിന്നുള്ള ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് പങ്കജ് ഭണ്ഡാരിയാണ്, മറ്റേത് ഗോവർദ്ധനാണ്, മറ്റൊരാൾ ഈ കൽപേഷാണ്. അപ്പോൾ ഇവര് 3 പേർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. മാത്രമല്ല സ്വർണം ഇവരുടെ പക്കൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഈ എത്തിയ സ്വർണം തന്നെയാണോ തിരിച്ചു പോയിട്ടുള്ളത്? അതിന്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ പരിശോധനാ ഫലമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തുടർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഒരു മെല്ലപ്പോക്ക് ഈ SIT സംഘത്തിന് ഉണ്ടായതായിട്ടുള്ള വിമർശനം വ്യാപകമായി ഉയർന്നിട്ടുണ്ടായിരുന്നു. മറ്റ് അറസ്റ്റുകൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്, അന്വേഷണം എവിടെ എത്തി എന്ന ആകുലത തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് മറ്റൊരു അന്വേഷണ ഏജൻസി വരുന്നു എന്ന ഘട്ടം വരുമ്പോഴത്തേക്ക് SIT ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. ഈ സംശയത്തിന്റെ നിഴലിലുള്ള 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് സംശയത്തിന് പുറത്ത് മാത്രമാണോ എന്നതാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. കാരണം ഈ രമേശ് ചെന്നിത്തല മൊഴി, അതായത് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ വ്യവസായിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് വിദേശത്ത് കരിഞ്ചന്തയിൽ ഈ പുരാവസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്ന കള്ളക്കടത്ത് സംഘവുമായി ചില താരതമ്യപ്പെടുത്തലുകൾ ഉണ്ട്. അതിൽ ചില നിർണായകമായ വിവരങ്ങൾ ആ വ്യവസായിക്ക് അറിയാം എന്നതുകൊണ്ടാണ് ചെന്നിത്തല നേരത്തെ ഇത് SIT സംഘത്തോട് മൊഴിയായി പറയുകയും തൊട്ടു പിന്നാലെ തന്നെ ആദ്യം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും പിന്നീട് മൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ആ വ്യവസായിയിൽ നിന്ന്. SIT സംഘം ആ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പിന്നീടുള്ള അറസ്റ്റിൽ പ്രധാനപ്പെട്ട 2 പേരാണ് ഇവർ. അങ്ങനെയെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ
അറസ്റ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു തരത്തിലാണോ, അന്താരാഷ്ട്ര കൊള്ള എന്ന തരത്തിലേക്ക് ഇത് മാറുമോ, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിലാണോ പങ്കജ് ഭണ്ഡാരിയും ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം, മറ്റൊരു സംഘമാണോ ഇതിന് പിന്നിലുള്ളത് എന്ന് ഇനി അറിയാനിരിക്കുകയാണ്. ഇനി ഇവരുടെ മൊഴി അനുസരിച്ച് ഇനി ഇത് തന്ത്രിക്ക് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിക്കാണോ ബന്ധം എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ അറിയാനിരിക്കുകയാണ്. അതിന്റെ ചോദ്യം ചെയ്യൽ ഇവിടെയും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇരുവരെയും ചോദ്യം ചെയ്യാൻ എന്ന പേരിലാണ് ആദ്യം വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ചില വ്യക്തത, അതായത് മൊഴിയിൽ ചില വൈരുദ്ധ്യം ഉണ്ടാകുന്നു. ഇവരുടെ കമ്പനിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. അതിൽ ചില വ്യക്തതക്കുറവുണ്ടാകുന്നു. അതിനൊന്നും കൃത്യമായ മറുപടി ഈ പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ തുടർ നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകും. കാരണം മറ്റൊരു അന്വേഷണ ഏജൻസി കൂടി ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ. സ്വാതി, അത് തന്നെയാണ് അഞ്ജു. എന്തായാലും മറ്റൊരു അന്വേഷണ ഏജൻസി ED കാര്യങ്ങൾ കൂടുതലായി ഹൈക്കോടതി ഏൽപ്പിക്കുന്നു അന്വേഷണത്തിന്. അതുപോലെ തന്നെ SITക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം, വെള്ളപ്പോക്കിനൊക്കെ എതിരെ അതുപോലെ വലിയ തോക്കുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള 2 അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും. ആ വിവരങ്ങളാണ് അഞ്ജു നൽകിയത്.